നമസ്കാരം. ഏവർക്കും ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് വലിയ ഒരു ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. അതിന് പ്രധാനമായി വന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉച്ചതിരിഞ്ഞ് 2:30 കൂടിയിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തീർന്നിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് വന്നത്. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തിരിച്ചടികൾ അതിശക്തമായി നടന്നുകൊണ്ടിരുന്നു. തൽഫലമായി മാർക്കറ്റ് ഇടിയുകയാണ് ഉണ്ടായത്. തന്മൂലം തന്നെ ഇന്ത്യ വിക്സും വർധനവ് രേഖപ്പെടുത്തി. 1.94 പോയിന്റ് വർദ്ധിച്ച് 21-ലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. 10.18% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ 2007.96 കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 596.25 കോടി രൂപയുടെ സെൽ നടത്തുകയുണ്ടായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 4.25%ലേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്നു. തൽഫലമായി തന്നെ യൂറോപ്യൻ മാർക്കറ്റ്സ് എല്ലാം ഇന്നലെ പോസിറ്റീവായിരുന്നു. US മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റീവായി ക്ലോസ് ചെയ്തു. പക്ഷേ ഇപ്പോൾ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടാണ് ഡോ ജോൺസ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രകാരം നമ്മൾ ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് പ്രതീക്ഷിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സൂചനകൾ പ്രകാരം ഇന്ത്യൻ ADR സ്റ്റോക്സ് അഥവാ അമേരിക്കൻ ഡിപ്പോസിറ്ററി റിസിപ്റ്റ് സ്റ്റോക്കുകൾ, പ്രധാനമായി HDFC ബാങ്കും ICICI ബാങ്കും ഇന്നലെ അമേരിക്കയിൽ 4% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. വിപ്രോ 3% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. ആക്സിസ് ബാങ്ക്, ഡോക്ടർ റെഡ്ഡീസ്, എല്ലാ ADR സ്റ്റോക്സും ഇന്നലെ നെഗറ്റീവിലാണ് ട്രേഡ് അവസാനിപ്പിച്ചത്. ഇന്നും നമ്മൾ മാർക്കറ്റിൽ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കിടക്കാം. L&T കമ്പനി Q4 റിസൾട്ടിൽ 25% ലാഭത്തിൽ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. 5497 കോടി രൂപയിലേക്ക് വളർന്നു. മേക്ക് മൈ ട്രിപ്പ് സ്റ്റോക്ക് ഇന്നലെ 10%-ലേറെ ഇന്ത്യ പാക് യുദ്ധം മൂലം ഇടിവ് രേഖപ്പെടുത്തി. സി എന്റർടൈൻമെന്റ് Q4 റിസൾട്ടിൽ കമ്പനിയുടെ ലാഭം 188 കോടി രൂപയിലേക്ക് ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. 2.43 രൂപ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. കല്യാൺ ജ്വല്ലേഴ്സ് കമ്പനിയുടെ ലാഭം 36%-ലേക്ക് ഉയർച്ച രേഖപ്പെടുത്തി. കമ്പനി ₹1.50 ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. MRF CLSA എന്ന റേറ്റിംഗ് ഏജൻസി 20% ഉയർച്ച സ്റ്റോക്കിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ടൈറ്റാൻ കമ്പനിയുടെ ലാഭം 13% വളർച്ച രേഖപ്പെടുത്തി. 11 രൂപ പെർ ഷെയർ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. REC നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 38% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. ₹2.50 ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ബ്രിഗേഡ് കമ്പനി 2000 കോടി രൂപയുടെ ലാൻഡ് 11 ഏക്കർ ബൈ ചെയ്തു. എസ്കോർട്സ് കുബൂത്ത കമ്പനിയുടെ ലാഭം സ്ട്രീറ്റ് എസ്റ്റിമേറ്റ്സിനെ ബീറ്റ് ചെയ്തു. കമ്പനി 18 രൂപയുടെ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാനറ ബാങ്ക് കമ്പനിയുടെ ലാഭം 31% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. 5000 കോടി രൂപയായിട്ട് വളർന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കുമായി ഈ
ചാനൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.